സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. ഇന്നു മുതൽ അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യത. വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ KSEB കോർ കമ്മിറ്റി ഇന്ന് ചേരും. വൈദ്യുതി വാങ്ങുന്ന സാഹചര്യം വിലയിരുത്തും. തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയിറക്കം. രാവിലെ 8:30 ശ്രീമൂലസ്ഥാനത്ത് മേളം. ഉച്ചയ്ക്ക് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയും. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരത്തിന് സമാപ്തിയാകുന്നത് വെടിക്കെട്ടില്ലാതെ. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകൾ ഊർജിതമാക്കി യൂറോപ്യൻ യൂണിയനും ഗൾഫ് രാജ്യങ്ങളും. ഒമാൻ, പാകിസ്ഥാൻ പ്രതിനിധികളെ കണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. ആണവ പദ്ധതികളിലും ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളിലും വിട്ടുവീഴ്ചയില്ലെന്ന് അറിയിച്ച് അരക്ചി. നിലപാടുകൾ അമേരിക്കയെ രേഖാമൂലം അറിയിച്ച് പാകിസ്ഥാൻ. പമ്പയാറ്റിൽ നിന്ന് പമ്പ് ചെയ്യുന്ന കുടിവെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ അളവ് അപകട നിലയിൽ. ആലപ്പുഴ നഗരത്തിൽ വീണ്ടും തലവേദനയായി പോളശല്യം. പ്രധാന തോടുകളിൽ പോള നിറഞ്ഞതോടെ പ്രതിസന്ധിയിലായി ചെറുകിട മത്സ്യക്കച്ചവടക്കാരും ടൂറിസം മേഖലയും. IPL-ൽ സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്തയ്ക്ക് കരുത്തായത് റിങ്കു സിംഗിന്റെ തകർപ്പൻ സെഞ്ചുറി. ഇന്ന് ഡൽഹി ബംഗളൂരു പോരാട്ടം.